ജയേട്ടൻ്റെ വിയോഗം എന്ന് പറയുന്നത് വ്യക്തിപരമായി നമുക്കെല്ലാവർക്കും ഓരോ മലയാളിക്കും ഉണ്ടാകുന്ന ദുഃഖത്തേക്കാൾ ഉപരിയായി അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായ അടുപ്പമുള്ള വ്യക്തി എന്ന നിലയിൽ അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു വേർപാടാണ്. അദ്ദേഹത്തിന് 50 വയസ്സായി എന്നുള്ളത് ഒരു സത്യമാണ്. 80 ഇയേഴ്സ് ഓൾഡാണെങ്കിലും 18 ഇയേഴ്സ് ഓൾഡിൻ്റെ ശബ്ദം മരിക്കും വരെ സൂക്ഷിച്ചിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള, ആരുമായും താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത പ്രത്യേകതകളുള്ള യുണീക്കായിട്ടുള്ള ഒരു ഗായകനാണ് ജയേട്ടൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മലയാളത്തിൽ ഒട്ടനവധി ഗായകന്മാരുണ്ടെങ്കിലും എല്ലാവരും ജയേട്ടനെ പറയുന്നത് ഭാവഗായകനെന്നാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറി മാറി വരുന്ന ഓരോ വൈകാരികമായ സന്ദർഭങ്ങളിലും നമുക്ക് സാന്ത്വനമായിട്ടോ അല്ലെങ്കിൽ ആശ്വാസമായിട്ടോ സന്തോഷമായിട്ടോ ഒക്കെ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ജയേട്ടൻ പാടിയിട്ടുള്ള വിസ്തൃതമായ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ്. അദ്ദേഹം എഴുതിയ കവികളുടെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും അത് ജയേട്ടൻ പാടുമ്പോൾ കവി അല്ലെങ്കിൽ എഴുതിയ ആൾ എന്തുദ്ദേശിക്കുന്നുവോ അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഗാനത്തെ മനസ്സിനകത്തേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ആന്തരികമായ ശക്തിയുള്ള ശബ്ദമാണ് ജയേട്ടൻ. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചാലും മലയാളികൾ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ മലയാള ഭാഷ അറിയുന്നവരെല്ലാം ജയേട്ടനെ ഒരിക്കലും മറക്കില്ല. ഭാഷയ്ക്ക് അതീതമായി അദ്ദേഹം പാടിയിട്ടുള്ള തമിഴ് ഗാനങ്ങളും മറ്റ് ഇതര ഭാഷയിലുള്ള ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം ആ നാട്ടുകാരനാണോ എന്ന് ആ നാട്ടുകാർക്ക് തോന്നും വിധം ആ ഭാഷയെയും കൂടി സംശീകരിക്കാൻ കഴിയും വിധത്തിലാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2022 ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് അന്തിക്കാട്ടെ രക്തസാക്ഷികളെ പറ്റിയുള്ളൊരു പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പാട്ടൊന്നും പാടുന്ന ആളല്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞുകൊണ്ട് അന്തിക്കാട്ടെ രക്തസാക്ഷികളെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് അദ്ദേഹം ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങിക്കാതെ അന്തിക്കാട്ട് വന്ന് KP പ്രഭാകരൻ്റെ വീട്ടിലെ സ്റ്റുഡിയോയിൽ വന്ന് പാട്ട് പാടി തന്ന ഓർമ്മ എനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്നത്. അത് വലിയൊരു അംഗീകാരമായിരുന്നു. ചേട്ടനെ പോലെ ഒരാൾ അന്തിക്കാട്ട് ഗ്രാമത്തിലെ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ വന്ന് പാട്ട് പാടാൻ വരിക എന്ന് പറയുന്നത് അതൊരു പാർട്ടിയുടെ പരിപാടിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് പ്രത്യേകമായ ആഭിമുഖ്യം ഉണ്ടായിട്ടുള്ള ആളായിട്ടല്ല അത് ചെയ്തിരിക്കുന്നത്. വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം അത് വന്ന് പാടിത്തന്നത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നിരന്തരമായി അദ്ദേഹവുമായിട്ട് അവസാനം വരെ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നമ്മെ ഇന്ന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് കുറേ നാളുകളായി അദ്ദേഹം പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന എന്താണ്, ജയേട്ടൻ മരിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മരണം എല്ലാവരെയും കൊണ്ടുപോകുന്ന പോലെ ജയേട്ടനെയും കൊണ്ടുപോയിരിക്കുന്നു. നമുക്കെല്ലാം അങ്ങേയറ്റം ദുഃഖമുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ജയേട്ടൻ മരിച്ചു പോയാലും അദ്ദേഹത്തിൻ്റെ പാട്ടും ശബ്ദവും നമുക്ക് ഇനിയും കേൾക്കാൻ പറ്റും. നമ്മുടെ കാറുകളിൽ ഇരുന്നിട്ടും നമ്മുടെ വീട്ടിലിരുന്നിട്ടും പൊതുപരിപാടികളിലും രാവിലെയും രാത്രിയും ഉച്ചയ്ക്കൊക്കെയുള്ള റേഡിയോ പരിപാടികളൊക്കെ ഇനിയും ജയേട്ടൻ്റെ പാട്ടുകൾ കേൾക്കാൻ കഴിയും എന്നുള്ളൊരു ആശ്വാസമാണ് നിങ്ങളെപ്പോലെ തന്നെ എനിക്കുള്ളത്. ജയേട്ടൻ്റെ വേർപാടിൽ അങ്ങേയറ്റത്തെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇവിടുന്ന് ഒരു 10-15 മിനിറ്റിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നേരെ റീജിയണൽ തിയേറ്ററിലേക്കാണ് കൊണ്ടുപോകുന്നത്. നാളെ വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ ബോഡി കാണാൻ ജനങ്ങൾക്കെല്ലാം അവസരം ഉണ്ട്. നാളെ 3 മണിക്ക് അദ്ദേഹത്തെ സംസ്കരിക്കുന്നത് വരെ മലയാളികൾക്കെല്ലാം അവസാനം അദ്ദേഹത്തെ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും ബന്ധപ്പെട്ട അധികാരികളെല്ലാം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്.